ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ചിമ്മിനി ഡാം കാണാനാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലുള്ള പുതുക്കാട് വരന്തരപ്പിള്ളിയിലുള്ള ചിമ്മിനി ഡാം കാണാൻ വേണ്ടിയിട്ടാണ് പോണേ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴത്തേ നമ്മളവിടെ എത്തിയിട്ടോ. ഏകദേശം നമ്മളിതേ അവിടെ എത്തി. അപ്പോൾ ഇത് പോകുന്ന വഴി, എത്താറാകുന്ന വഴി നമ്മൾ കണ്ട ഒരു കാഴ്ചയാണിത്. കുറേ കുട്ടികൾ റോട്ടിൽ കൂടി നടന്നു പോകുന്നു. അവരുടെ ഉടമസ്ഥന് ഒന്നും കൂടെ ഇല്ല. ഉടമസ്ഥന് എവിടെയെങ്കിലും ഉണ്ടോ? അവിടെയൊക്കെ പശുക്കളിങ്ങനെ മേഞ്ഞ് നടക്കുവാണ് കേട്ടോ. ആരും കെട്ടിയിടുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളിതാ അവിടെ എത്താറായിട്ടുണ്ട്. എത്താറാവുമ്പോൾ തൊട്ടുള്ള വ്യൂ ആണിത് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട്. രണ്ട് സൈഡിലും നമുക്ക് റബ്ബറും തോട്ടങ്ങളാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മുടെ യാത്ര. ഏകദേശം അവിടുത്തെ ഒരു കണ്ടോ അരുവിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കണ്ടോ ഈ കാണുന്ന ഏരിയാസൊക്കെ കണ്ടോ. ഇത് നമ്മുടെ അവിടെ കൂടുതലും റബ്ബറാണല്ലോ. അപ്പോൾ അവിടെ കൂടുതൽ റബ്ബർ തൊഴിലാളികളാണ്. അവർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ലയങ്ങൾ എന്ന് പറയും നമ്മളതിനെ. ഇപ്പോൾ മൂന്നാറൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ തേയിലത്തോട്ടങ്ങളല്ലേ, അപ്പോൾ അവരുടെ തന്നെ ഒരു ഏരിയ കാണാൻ പറ്റും, അവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഏരിയയിലുള്ള റബ്ബർ തൊഴിലാളികൾ താമസിക്കുന്ന അവരുടെ വീടുകളാണ് ഈ കാണുന്ന. ആ ഏരിയ ഫുൾ ഇങ്ങനെ അടുപ്പിച്ച് വീടുകളാണ്. അപ്പോൾ കണ്ടോ റബ്ബർ തോട്ടങ്ങളാണ് അവിടെ നിറച്ചുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വീടുകളാണ് കേട്ടോ. പിന്നെ അതേ നമ്മൾ ഇത് കുറച്ച് ഏരിയ കഴിഞ്ഞാൽ ഇത് റബ്ബർ നട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. നമ്മൾ അതിനകത്തുനിന്ന് പാലൊന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനത്തെ റബ്ബറുകൾ കുറേ ഏരിയയിൽ അങ്ങനെ കാണാൻ പറ്റും. അവിടെയൊക്കെ നമുക്കിതാ എർത്ത് കമ്പികൾ പിടിപ്പിച്ചേക്കാണ് കേട്ടോ. നമ്മളാരും അതിൻ്റെ അകത്തേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മൾ അതിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് റബ്ബറിൽ നിന്ന് അപ്പോൾ നമ്മളിത് ഒരാളെ കണ്ടു കേട്ടോ. നോക്കിക്കേ. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി. കണ്ടോ ഒരു മയിലിനെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി കുറച്ച് നേരം അതിനെ കണ്ടു കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇത് ശരിക്കും കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആനയൊക്കെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ. കുറച്ചും കൂടി ഉള്ളോട്ട് പോയി കഴിഞ്ഞാലും കാടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഏരിയയിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കാടാണ്. അപ്പോൾ നമുക്കിവിടെ പാസ് എടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട്. അപ്പോൾ ഒരാൾക്ക് 40 രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ പാസ് എടുക്കാൻ വേണ്ടി ചേട്ടായി അങ്ങോട്ട് പോയി. അപ്പോൾ ഇതേ നമ്മുടെ അടുത്തേക്ക് ഒരാൾ വന്നു കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയത് കണ്ടിട്ട് ഒരാൾ നോക്കി വന്നതാണ്, ആരാ വന്നിരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി വന്നതാണ്. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്തു. അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കുറച്ചും കൂടി വൈൽഡായിട്ടുള്ള ഏരിയ ആണ്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാട് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ നമുക്ക് റബ്ബറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് ഏരിയയിൽ റബ്ബർ കാണാൻ പറ്റി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം കാടായിട്ടുള്ള ഏരിയാസാണ്. ഭയങ്കര എന്താ പറയുക, നല്ല രസമാണ്. എനിക്കിങ്ങനെ വൈൽഡായിട്ടുള്ള ഏരിയയിൽ കൂടിയൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അതിരപ്പള്ളിക്കൊക്കെ പോകുന്ന വഴി നമ്മൾ അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ആനയൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. നമ്മളവിടെ ഏകദേശം ആ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെത്തി. അപ്പോൾ നമുക്ക് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒക്കെ ഇങ്ങനെ വഴികളുണ്ട്. അപ്പോൾ നമ്മളൊരു വഴിയിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയി. അപ്പോൾ ഇതാ നമ്മളിതേ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നോക്കിയേ, ഇവിടെയുള്ള ഇതിൻ്റെ അകത്തേക്കുള്ള ഏകദേശം നമ്മുടെ സ്പോട്ടിലെത്തി. ഡാമിൻ്റെ ഒരു സൈഡിലോട്ട് എത്തി. ഇവിടെയാണ് നമ്മുടെ ഡാമുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ഇവിടെയുള്ള സാധനങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി ട്രെയിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാം എത്തും കേട്ടോ. അത് കണ്ട നമ്മൾ ഡാമിൻ്റെ ആ ഒരു ഇടത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നതാണ് നമ്മുടെ ചിമ്മിനി ഡാം കേട്ടോ. ഭയങ്കര ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വഴികളാണ് കേട്ടോ. അങ്ങോട്ടേക്ക് താഴത്തേക്ക് ഡാമിൻ്റെ അങ്ങോട്ട് താഴത്തേക്ക് മുകളിലാണ് ഡാം. അങ്ങോട്ട് താഴത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി കറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന ഒരു ഏരിയയിൽ 2 വഴി തിരിഞ്ഞു പോകുന്ന കണ്ടില്ലായിരുന്നു. അവിടേക്കൊക്കെ ചെന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മളതിൽ പോയില്ല. കൂടുതൽ റിസ്ക് എടുപ്പിന് ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ നമുക്ക് കുറേ ഏരിയയൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കുമല്ലോ. കാരണം ആനിമൽസൊക്കെ ഇറങ്ങുന്ന ചില സമയത്ത് ആനിമൽസൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ആനയായാലും ഒക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ചില ഏരിയാസ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫോറസ്റ്റുകാർ ഫൈൻ തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. നമ്മൾ നേരെ ഡാമിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഇത് കണ്ടു, ഇതാണ് നമ്മുടെ ഡാമിൻ്റെ എൻട്രൻസ് വരുന്നത്. അങ്ങനെ നമ്മൾ ഡാമിലോട്ട് കയറി. ജസ്റ്റ് കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു സൈഡിലാണ് ഡാം. നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ അറ്റം വരെ നമുക്ക് നടന്ന് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ കുറച്ച് ഏരിയാസ് നടന്ന് അറ്റം വരെ ഈ സീനറി തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്ന് കുറച്ച് ഇങ്ങനെ
ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ദൂരം നടക്കുവാണ്. അപ്പോൾ അതവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സേവ് ദ ഡേറ്റിനും എല്ലാത്തിനുമൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്. ഈ ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ആരുടെയൊക്കെ സേവ് ദ ഡേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഈ ഏരിയയിൽ ഇനി സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. സേവ് ദ ഡേറ്റ് അല്ല, ഫോട്ടോഷൂട്ടിനായാലും അല്ലാത്ത ഫോട്ടോഷൂട്ടിനായാലും പറ്റിയ നല്ലൊരു സീനറിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതിൻ്റെ താഴത്തോട്ട് ഇറങ്ങിയാലും നല്ല സീനറിയാണ് കേട്ടോ. നമുക്ക് ഡാമിൻ്റെ താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും. നമ്മളത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ താഴത്തെത്തി. അവിടെയും നല്ല രസമാണ് അവിടെ നിന്ന് കാണാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്കപ്പോൾ നമ്മൾ താഴത്ത് എത്തിയപ്പോൾ ഇത്ര നേരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പുതുക്കാടൊക്കെ ആണെങ്കിലും നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ എവിടെയും കയറിയില്ല. കുറച്ച് ടൈം എടുത്തു ഇവിടെ എത്താനായിട്ട്. ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, ആ ഏരിയയിലുള്ള അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നമ്മളൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചൊന്ന് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ചായ പറഞ്ഞു, മെഷീൻ ചായയാണ്. ചായ മാത്രമേ പറഞ്ഞുള്ളൂ, അവിടെ കടികളൊന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. നമ്മളൊരു ചായ കഴിക്കാം. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അതുകൊണ്ട് താഴത്തേക്ക് പോയിക്കോളൂ, അപ്പോൾ അവിടെ ഇരുന്ന് കുടിക്കാമല്ലോ, അങ്ങനെ നമുക്ക് സീനറിയൊക്കെ എൻജോയ് ചെയ്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചായയും കൊണ്ട് താഴത്തോട്ട് പോവുകയാണ് കേട്ടോ. ഗ്ലാസ് തിരിച്ചു വരുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി. കണ്ടോ ഇവിടുത്തെ വ്യൂ കണ്ടോ, എന്ത് രസമാണ് കാണാനായിട്ട്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ കൊട്ടവഞ്ചിയിലുള്ള റൈഡാണ് കേട്ടോ മെയിൻ ഐറ്റം. അങ്ങനെ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിച്ച് ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചേട്ടായി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചായ കുടിച്ചു. അപ്പോൾ ഇത് അവിടെ നമുക്ക് ഊഞ്ഞാലൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടെ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അരികത്തിരുന്ന് ഇത് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ചായ കുടിക്കാം. അതേപോലെ തന്നെ ഊഞ്ഞാല ആടാനൊക്കെ ആയിട്ടൊക്കെ പറ്റും കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഏരിയ ആണെന്ന്. നല്ല ഇവിടേക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചി റൈഡിൽ നമ്മൾ കയറിയില്ലായിരുന്നു കേട്ടോ. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഇതാ നോക്കൂ, നമ്മൾ കൊട്ടവഞ്ചിയിലേക്ക് ആൾക്കാരെ കയറ്റുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ അടുത്തേക്ക് പോയി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഒരു വഞ്ചി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 വഞ്ചികളുണ്ട് കേട്ടോ ഇവിടെ. ഒരു വഞ്ചി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വഞ്ചി തുഴഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഈ വഞ്ചിയിൽ ഒരു 5 പേർക്കാണ് കയറാൻ പറ്റുന്നത് കേട്ടോ. 5 പേർക്കും പിന്നെ ഒരെണ്ണം തുഴയുന്ന ആൾക്കും, അങ്ങനെ 6 പേരാണ് ഈ വഞ്ചിയിൽ കയറുന്നത്. നമുക്ക് 200 രൂപയാണ് പെർ ഹെഡ് റേറ്റ് വരുന്നത് കേട്ടോ ഒരാൾക്ക്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ ചെയ്യും. 200 രൂപ കൊടുത്താലും നല്ല ഒരു വർത്താണ്. പിന്നെ നമുക്ക് അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മറ്റേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് അവർ റൈഡിന് കൊണ്ടുപോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കണ്ടോ അവരിങ്ങനെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. വെറുതെ വഞ്ചിയിൽ അറ്റം വരെ കൊണ്ടുപോവുകയും ചെയ്യും. അതേപോലെ തന്നെ കണ്ടോ അവരിങ്ങനെ കറക്കൂട്ടോ നമ്മളെ. ചിലവർക്കൊക്കെ പേടിയാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കയറാണ്ടിരുന്നത്. എനിക്കിങ്ങനെ ഒന്നാമത് ഇങ്ങനെ കറങ്ങുമ്പോൾ എനിക്ക് തല കറങ്ങും. ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് കയറിക്കഴിഞ്ഞാൽ ഞാൻ തല കറങ്ങി വെള്ളത്തിൽ വീഴും. അതുകൊണ്ടാണ് ഞാൻ കയറാതിരുന്നത് കേട്ടോ. കണ്ടോ അത്യാവശ്യം നല്ല സ്പീഡിൽ അവർ കറക്കും. കണ്ടോ ഇവരിരുന്ന് ഊളിയിടായിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും പേടിയാവും. നമ്മൾ വഞ്ചിയിലിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ടാവില്ല. അതിൻ്റെ ഒപ്പം ഇങ്ങനെ കറക്കും കൂടി ചെയ്താൽ ശരിക്കും പേടിയാവില്ലേ. അപ്പോൾ അഡ്വഞ്ചറസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. ഇപ്പോൾ നമുക്ക് ഈ അരുവിയുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ആന വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇത് കണ്ടോ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ഈ ഏരിയ എന്ന് നോക്കി. ഇവിടെ വരാത്തവരൊക്കെ ആണെങ്കിൽ വരണം കേട്ടോ. ഫോട്ടോസുകൾ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ ഈ സ്പോട്ടിലൊക്കെ വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ താഴത്തെ കണ്ടോ കൊട്ടവഞ്ചി കമത്തി വെച്ചിരിക്കുന്ന പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ റെസ്റ്റ് എടുക്കാനും ഒക്കെ നല്ല ഏരിയ ആണ് കണ്ടോ. അപ്പം നമ്മളെന്നാൽ കുറച്ച് നേരം ഊഞ്ഞാലാടാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് വന്നു കേട്ടോ. ഊഞ്ഞാലിൻ്റെ അവിടെ ആരും ഇല്ല, ഇപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഊഞ്ഞാലാടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് വന്നു.
ഞാൻ കുറച്ച് നേരം ആടി. അത് കഴിഞ്ഞിട്ട് ചേട്ടായും കുറച്ച് നേരം ഊഞ്ഞാലാടി. ഇങ്ങനെ ഊഞ്ഞാലാടിയിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ അങ്ങനെ നമ്മൾ തിരിച്ച് പോരുന്ന വഴിയിൽ ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ, കണ്ടൊരു സ്പോട്ടാണ് ഇവിടുത്തെ. കണ്ടോ, ഇതൊരു അതിൻ്റെ തന്നെ ഒരു പാട്ടാണ്. ഇവിടെ നമുക്കിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇതിനകത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. വേനൽക്കാലത്താണെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റൂട്ടോ. ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് റോട്ടിൽ തന്നെ ഒന്ന് കണ്ടതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.